ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോളാണ്. ഒരു ഹ്യൂജ് മീഷോ ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വലിയ മീൻസ് അത്ര ഇതില്ലാന്ന് തോന്നിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് അടിപൊളിയായിട്ടുള്ളതാണ് കാണിച്ചു തരുന്നത്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ നമ്മൾ വീഡിയോസ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. സോ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ജസ്റ്റ് 440 റുപ്പീസിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. അല്ല, ബട്ടൺസ് ഇല്ല. സോ 440 റുപ്പീസിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കൂ, നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. കുറച്ച് സ്ട്രക്ചറബിൾ ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടാവും. സോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. സോ ബട്ടൺസ് വൈറ്റ് ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ, ലൈക്ക് ബാക്ക് ഇറങ്ങിയിട്ടും ഫ്രണ്ട് കുറച്ച് കയറിയിട്ടുമാണ് വന്നിട്ടുള്ളത്. സൈഡിലെ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ബാക്കിയൊക്കെ സെയിം നമ്മളെ ഷർട്ട് തന്നെ, സ്ലീവ് ഷർട്ടിൻ്റെ പോലെ നല്ലൊരു ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ബട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1 സൈസ് അപ്പ് എടുക്കുക. ഓക്കെ, അത് മാത്രം നോട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ അടിപൊളിയാണ്. നല്ല വർത്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. എന്തായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അടിപൊളി കുർത്തി കാണിച്ചു തരാം. കുറച്ചൊരു സ്റ്റാൻഡേർഡ് പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എ ലൈനിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ചൈനീസ് നെക്കാണ്. ഫ്രണ്ടിൽ വി കട്ടിങ് ഒക്കെ ലൈക്ക് ഒരു ചെറിയൊരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. സോ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 ലെങ്ത്തിൽ വന്നിട്ടുള്ള സ്ലീവാണ്. ഇവിടെ ഒരു ഇങ്ങനൊരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെ ആ ഒരു ത്രൂ ഔട്ട് ലൈക്ക് ഇങ്ങനെ ഫുള്ളി വരുന്നുണ്ട്. ഇവിടെ സൈഡിലും ആ ഒരു ഇത് സംഭവം വന്നിട്ടുണ്ട്. എൻഡിലും, നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലും, ബാക്കിലില്ല ഫ്രണ്ടിലും മാത്രം അങ്ങനെയും വന്നിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഉണ്ട്. ലൈക്ക് ആ ഒരു ഇത് ലൈക്ക് ഒരു പിങ്ക്, ലൈക്ക് അങ്ങനെ ഒരു ഏതോ ഒരു പിങ്ക് ഉണ്ട്, പല പിങ്കുകൾ ഉണ്ടല്ലോ, അതിലൊരു പിങ്ക്, ബ്ലൂ, പിന്നെ ഒരു ഗ്രീൻ, വൈറ്റിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രിന്റഡ് ആയിട്ട് നല്ലൊരു ഷെയ്ഡിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ. കുറച്ച് സീത്രൂ ആണ്, വൈറ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് സീത്രൂ ആണ്. പക്ഷേ ഒരു സ്ലിപ്പ് ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ലിറ്റ് കാര്യങ്ങളും വരുന്നില്ല. എ ലൈൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 300 സംതിങ്ങോ 400 അടുത്ത് അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. നിങ്ങളിത് എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അടിപൊളിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് ഒരു കോഡ് സെറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു കോഡ് സെറ്റ് കാണിച്ചു തരാം. ഇതും ഒരു എംബ്രോയ്ഡറി വർക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു സെറ്റാണ്. കോളേർഡ് ആണ് നെക്ക് വന്നിട്ടുള്ളത്. സോ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് നമ്മുടെ പാൻറ്റിൻ്റെ താഴോട്ടും അതേപോലെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും വരുന്നത്. ബാക്കിലൊന്നുമില്ല, ബാക്ക് പ്ലെയിൻ ആണ്. സോ ഇതൊരു പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഭയങ്കര ലെങ്ത് പറയാൻ പറ്റില്ല, ഒരു നീ ലെങ്തേ വരുന്നുള്ളൂ. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് ഇത് വെയർ ചെയ്ത ആ ഒരു സമയത്ത്. സോ ബോട്ടം കാണിച്ചു തരാം. ഇത് നോർമൽ നിങ്ങളെ സൈസ് XL എടുത്താൽ മതി. സോ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് ആണ്. ഒരു പലോസ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ എൻഡിലും സെയിം ആ ഒരു വർക്ക് കണ്ടില്ലേ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇതും നിങ്ങളെ നോർമൽ സൈസ് അല്ല, 1 സൈസ് അപ്പ് എടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടിട്ട് റയോൺ മെറ്റീരിയലാണ്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ലുക്കിൽ, നല്ലൊരു റിലാക്സ് ഫിറ്റിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 സൈസ് അപ്പ് എടുക്കുക. അപ്പോഴേക്കും കുറച്ചുകൂടി അടിപൊളിയാവാം. സോ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ, സൈസിൻ്റെ കാര്യം. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ മൾട്ടി കളേർഡ് ആണ്. ഒരു പിങ്കിലാണ് ഫുൾ കളേഴ്സ് വന്നിട്ടുള്ളത്.
സോ അങ്ങനെ വന്നിട്ടുള്ള ഒരു എ ലൈൻ കുർത്തീസൊക്കെയാണ്. ടോപ്പ് വന്നിട്ട് എ ലൈനിലൊക്കെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ്. സ്കോട്ട് സെറ്റ് ഓർ കുർത്തി സെറ്റ്സ് അങ്ങനെ പറയാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് നെക്ക്. ഇതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളൊരു സെറ്റ് കോട്ട് സെറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല, നിങ്ങൾക്ക് അതുകൊണ്ടാണ് കാണിച്ചു തരാഞ്ഞ്. സോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. സോ ഒരു കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. സോ ഇങ്ങനെയാണ് നെക്ക്, ഒരു റൗണ്ട് പ്ലസ് ഒരു VH ഒരു കൈൻഡ് ഓഫ്, എനിക്ക് ആ നെക്കിൻ്റെ പേരൊന്നും അറിയില്ല, ആ ഒരു കൈൻഡ് ഓഫ് നെക്കാണ്. സോ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡിലും സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പ്രിന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ, ഒരു പിങ്കിൽ ഫുൾ ഫ്ലോറൽ, ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്ന ഫ്ലോറലാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലും സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എയർലൈൻ ടൈപ്പിൽ സ്ലിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഫിറ്റിംഗ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഫിറ്റിംഗ് ആൻഡ് ഈ ഒരു കളർ ഭയങ്കര രസമാണ് വെയർ ചെയ്യാൻ. സോ ഇതിന് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. സോ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സോ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് ആണ്, സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ എൻഡിലും സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സോ പ്രിൻ്റൊക്കെ നമുക്ക് സെയിം ആണ്, അതുകൊണ്ടാണ് കോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കോട്ട് സെറ്റ് ഓർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. സോ ഈ ഒരു സംഭവം നല്ല വർത്തായിട്ട് തോന്നുന്നു. ഏകദേശം 600 അടുത്തായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. നല്ല വർത്തായിട്ട് തോന്നുന്നു. എന്തായാലും ട്രൈ നോക്കാം. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഒരു കുർത്തി സെറ്റാണ്. അതായത് ഇതൊരു പ്ലെയിനിലാണ്. അതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. ദുപ്പട്ട കംപ്ലീറ്റ്ലി പ്രിന്റഡ് ആയിട്ട് വേറൊരു കളറിൽ, ബോട്ടവും ടോപ്പും ഒരേ കളറിൽ പ്ലെയിനിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ്, ഒരു ബ്രിക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. ഇവിടെ ഇത് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക്, 3/4 സ്ലീവ് ആണ്. ഓക്കെ, ചെറിയതായിട്ടൊരു ഡീറ്റെയിലിംഗ് പോലെ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്, ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട്. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ. സോ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഓക്കെ, ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത്, ഒരു കാഫ് ലെങ്ത് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് ആണ്. ഒരു പാരലൽ ഫിറ്റ്, ലൈക്ക് പലോസ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഓക്കെ, പ്ലെയിൻ ആണ്, വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഒന്നും പറയില്ല, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു പ്രിന്റിൽ നേവി ബ്ലൂവിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്, കണ്ടോ. പക്ഷെ ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈക്ക് എന്താണ്, നമ്മൾ ഒരു മറ്റേ ഒരു സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇല്ലേ, അധികവും കിട്ടുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇത് കുറച്ചുകൂടി ഷിഫോൺ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നേനെ, ഒരു ഓക്കൻസ പറഞ്ഞില്ല, ഷിഫോൺ ആണെങ്കിൽ നല്ലതായിരുന്നേനെ. ബട്ട് ഇതാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ചിലത് നമുക്ക് വലിയ ഇഷ്ടാവില്ല ഷോള്, പക്ഷെ ഇത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷോളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മെറ്റീരിയലിൽ തന്നെ ചിലത് നമുക്ക് തീരെ ക്വാളിറ്റി ഇല്ലാതെ വലിയ പൊന്തി കിടക്കുന്നൊക്കെ തോന്നാറുണ്ട്, പക്ഷെ ഇത് അങ്ങനെയല്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓൾസോ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ, ഈ ഒരു ഷോൾ ഇതിനിട്ട് കൊടുത്താൽ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. സോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 600 സംതിങ്, ലൈക്ക് ആ ഒരു പ്രൈസാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തി ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ചൈനീസ് നെക്കിൽ യോക്ക് പോർഷനൊക്കെ കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്കിലാണ് വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ നോർമൽ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളറാണ്, അതാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. ഈ ഒരു ബട്ടൺസ് ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ചിങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാഫ് ലെങ്ത് ഉണ്ട്. വെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിക്ചറിൽ കണ്ടതിലും കയ്യിൽ കിട്ടിയപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. ക്വാളിറ്റി, ആ ഒരു ഫിറ്റിംഗ്, ഇതിൻ്റെ ഷെയ്ഡ് എല്ലാം അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബാക്കിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട്, ഫ്രണ്ടിലും ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് സംഭവം. കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ്. നിങ്ങൾ എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഹ്യൂജ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ആ ഒരു ലെവലിലാണ് പോണത്. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കുറച്ചെണ്ണം ഉണ്ട്, ഞാൻ അതെല്ലാം കൂടി ഇതിൽ കാണിച്ചിട്ടില്ല. എനിക്കത് എന്താ പറയുക, എല്ലാം എനിക്ക് അങ്ങനെ കാണിക്കാൻ തോന്നില്ല. ഇവിടെ തന്നെ ഉണ്ട് ബാക്കി എല്ലാം കൂടി. പക്ഷെ എല്ലാം കൂടി കാണിച്ചാൽ മീൻസ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ പറയാം
മറ്റേത് എന്താ പറയാന്നുള്ളൊരു സ്റ്റെക്കാവും. സോ ഞാൻ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. എനിക്ക് ഓക്കെ അടിപൊളി എന്ന് തോന്നുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ വീഡിയോസ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.